ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. സജ്ജനങ്ങൾക്ക് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം 16-ാം അധ്യായത്തിലെ പ്രമേയമാണ്. യദൂലക്ഷയത്തെയും ഭഗവാന്റെ സ്വധാമ ഗമനത്തെയും സംബന്ധിച്ച വൃത്താന്തങ്ങൾ അറിഞ്ഞ യുധിഷ്ഠിരൻ പരീക്ഷിത്തിനെ രാജ്യഭാരം ഏൽപ്പിച്ച് എല്ലാം ഉപേക്ഷിച്ച് ഹിമാലയ ഭാഗത്തേക്ക് പോയതായി മുൻ അധ്യായത്തിൽ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിച്ചു. യുധിഷ്ഠിരനെ പിന്തുടർന്ന് സഹോദരന്മാരായ പാണ്ഡവ വീരന്മാരും മഹാപ്രസ്ഥാനം ചെയ്ത് മുക്തി നേടിയ കഥ കേട്ടുകഴിഞ്ഞു. ധൃതരാഷ്ട്ര, ഗാന്ധാരി, വിതുരമഹാശയൻ, കുന്തിദേവി എന്നിവരെല്ലാം ഭൂലോകവാസം വെടിഞ്ഞതായും അറിയാൻ കഴിഞ്ഞു. തതശ്ച ഷോഡശേ ഭൂമിർധർമ്മയോ കലിഖിന്നയോ സംവാദേ വർണ്യതേ പ്രാപ്തിപാലകസ്യ പരീക്ഷിത. ഭൂമിദേവി ധർമ്മദേവനുമായിട്ട് സംവദിക്കുന്നതാണ് ഈ അധ്യായത്തിലെ പ്രധാന പ്രമേയം. തതപരീക്ഷിദ്വിജവരീയ ശിക്ഷയാ മഹിം മഹാഭാഗവത ശശാസഃ യഥാ ഹി സൂത്യാം അഭിജാതകോവിദാ സമാദിശൻ വിപ്ര മഹദ്ഗുണസ്തഥാ. സൂതൻ കഥ തുടരുകയാണ്. വിപ്ര എന്ന് സംബോധന ചെയ്തുകൊണ്ട് ശൗനകനോട് സൂതൻ പറയുന്നു, അഭിജാതകോവിദ, ജാതകഫലം പറഞ്ഞ കോവിദന്മാർ, പണ്ഡിതന്മാർ, സൂത്യാം, ജനന സമയത്ത്, യഥാഹി, ഏത് വിധത്തിലാണോ, സമാദിശൻ, പറഞ്ഞിരുന്നത്, തഥാ, അപ്രകാരം തന്നെ, മഹദ്ഗുണ, മഹാത്മാക്കൾക്ക് ചേരുന്ന ഗുണങ്ങളോടുകൂടിയ, മഹാഭാഗവത, ഭാഗവതനായ, മഹാഭക്തനായ പരീക്ഷിത് മഹാരാജാവ്, താതഃ, അനന്തരം, മഹിം, മഹിയെ, ഭൂമിയെ, ദ്വിജവര്യ ശിക്ഷയാ, ഉത്തമന്മാരായ ബ്രാഹ്മണരുടെ ഉപദേശപ്രകാരം, ശശാസഃ, പരിപാലിച്ചു പോന്നു. സ ഉത്തരസ്യ തനയാം ഉപയേമ ഇരാവതിം ജന്മേയാദീം ചതുരസ്തസ്യാം ഉത്പാദയസുധൻ. സഹ, അദ്ദേഹം, ഉത്തരസ്യ തനയാം, ഉത്തരന്റെ പുത്രിയായ ഇരാവതിം, ഇരാവതിയെ, ഉപയേമേ, വിവാഹം കഴിച്ചു. തസ്യാം, അവളിൽ, ഇരാവതിയിൽ, ജനമേജയാദീൻ, ജനമേജയൻ തുടങ്ങിയ ചതുര, 4 സുതാൻ, പുത്രന്മാരെയും, ഉത്പാദയത്, ജനിപ്പിച്ചു. ആജഹാരാശ്വമേധാം സ്ത്രീൻ ഗംഗായാം ഭൂരിദക്ഷിണൻ ശാരദ്വതം ഗുരും കൃത്വാ ദേവാ യത്രാക്ഷിതോചര. ശാരദ്വതം, ശാരദ്വതനെ, കൃപാചാര്യരെ, ഗുരും കൃത്വ, ഗുരുവായി വരിച്ച്, ഗംഗായാം, ഗംഗാതടത്തിൽ വെച്ച്, ഭൂരിദക്ഷിണാൻ, അനവധി ദക്ഷിണ നൽകിക്കൊണ്ട, 3, 3 അശ്വമേധാൻ, അശ്വമേധ യാഗങ്ങളെ, ആജഹാര, ചെയ്തു. യത്ര, ആ യാഗങ്ങളിൽ, ദേവാഹ, ദേവകള്, അക്ഷിഗോചരാഹ, പ്രത്യക്ഷരായി ഭവിച്ചുപോലും. പരീക്ഷിത് കൃപാചാര്യരെ
ആചാര്യനായി ഭരിച്ചുകൊണ്ട് നടത്തിയ 3 അശ്വമേധ യാഗങ്ങളിൽ ദേവന്മാർ പരീക്ഷത്തിന് പ്രത്യക്ഷനായി എന്ന് പറയുന്നു. നിജഗ്രാഹൗജസാ വീരഃ കലിം ദിഗ്വിജയേ ക്വചിത് നൃപലിംഗധരം ശൂദ്രം ഗ്നന്തം ഗോമിഥുനം പദാ. വീരനായ പരീക്ഷിത്ത് ദിഗ്വിജയെ ദിക്കുകളെ ജയിച്ച് സഞ്ചരിക്കുന്ന സമയത്ത് ക്വചിത് ഒരു സ്ഥലത്ത് വെച്ച് ശൂദ്രം നൃപലിംഗധരം, ശൂദ്രനാണ് എന്നാൽ രാജ ചിഹ്നങ്ങളൊക്കെ അണിഞ്ഞിട്ടുണ്ട്, അങ്ങനെയുള്ള ഗോമിഥുനം പശുവിനെയും കാളയെയും പദാഘ്നന്തം കാലുകൊണ്ട് തൊഴിച്ചുകൊണ്ടിരിക്കുന്ന കലിയെ ഓജസ നിജഗ്രഹ തന്റെ ശക്തി കൊണ്ട് പ്രാഭവം കൊണ്ട് കീഴ്പ്പെടുത്തി. ഇത് കേട്ടപ്പോഴ് ശൗനക മഹർഷി ചില സംശയങ്ങൾ ഉന്നയിച്ചു. കസ്യ ഹേതോർനിജഗ്രാഹ കലിം ദിഗ്വിജയ നൃപ നൃദേവ ചിന്നദൃക്ഷോദ്ര കോസൗ ഗാമ്യ പദാഹനത്. നൃപ രാജാവ് കസ്യ ഹേതോ എന്ത് കാരണത്താലാണ് ദിഗ്വിജയത്തിൽ വെച്ച് കലിയെ നിജഗ്രാഹ പിടിച്ചൊതുക്കിയത്? ശൂദ്രനായ യാതൊരുത്തനാണോ നിർദേവ ചിഹ്നധൃ രാജലക്ഷണങ്ങളെ ധരിച്ചുകൊണ്ട് ഗാം പശുവിനെ പദാ അഹനത് കാലുകൊണ്ട് തൊഴിച്ചിരുന്നുവോ അസൗക അതാരാണ്? തത്കഥ്യതം മഹാഭാഗ യദി കൃഷ്ണകഥാശ്രയം അഥവാസ്യ പദാംഭോജ മകരന്ദലിഹാം സദാം. മഹാഭാഗ അല്ലയോ ഭാഗ്യശാലിൻ, തത് ആയത് കൃഷ്ണകഥാശ്രയം ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥയെ ആശ്രയിക്കുന്നതോ അഥവാ അതല്ലെങ്കിൽ അസ്യ അവിടുത്തെ പദാംഭോജ മകരന്ദലിഹാം തൃപാദകമലത്തിലെ തേന്നുകരുന്ന സദാം നന്മ നിറഞ്ഞവരുടെ കഥയെ ആശ്രയിച്ചുള്ളതാണോ? യതി ആണെങ്കിൽ അത് വിസ്തരിച്ച് പറഞ്ഞു തന്നാലും. കിമന്യേരസദാലാപേരായുഷോ യദസദ്വ്യയ ക്ഷുദ്രായുഷാം നൃണാമംഗ മർത്യാനാമൃതമിച്ഛതം. അംഗ പ്രിയങ്കരനായ സൂത, ഋതം സത്യത്തെ ഇച്ഛതാം അന്വേഷിക്കുന്നവരും ക്ഷുദ്രായുഷാം അല്പായുസുകളും മർത്യാനം സ്വതേ മരണം ഉള്ളവരുമായ ജാതസ്യഹി ധ്രുവോ മൃത്യു എന്നാണല്ലോ. നൃണാം മനുഷ്യർക്ക് അന്യേഹി മറ്റുള്ള അസദാലാപേഹി കഴമ്പില്ലാത്ത സംഭാഷണങ്ങൾ കൊണ്ട് കിം എന്തു ഫലം? ഏതൊന്നിലാണോ ആയുഷ അസദ് വ്യയ ജീവിതകാലത്തിന്റെ ദുർവ്യയം മാത്രമുണ്ടാകുന്നു. ശൗനകൻ പറയുന്നത് കൃഷ്ണകഥാശയമാണെങ്കിൽ, അല്ലെങ്കിൽ കൃഷ്ണനെ ആശ്രയിക്കുന്ന ഭക്തന്മാരുടെ കഥയാണെങ്കിൽ പറഞ്ഞു തരൂ. അല്ലെങ്കിൽ വൃഥ അധരവ്യായാമം കൊണ്ട് എന്ത് ഫലമാണുള്ളത്? മറ്റൊന്നാണെങ്കിൽ അത് വിസ്തരിക്കേണ്ടതില്ല. ഇഹോ ബഹൂതോ ഭഗവാൻ മൃത്യുശ്യാമിത്ര കർമ്മണി ന കശ്ചിൻ മ്രിയതേ താവത് യാവദാസ്ത ഇഹാന്തക. മൃത്യു മരണദേവനെന്ന ഭഗവാൻ
ഭഗവാനാകട്ടെ ഇവിടെ ഈ യാഗത്തിൽ ശാമിത്രകർമ്മണി പശുക്കളെ ഹിംസിക്കുന്നതിനായി ഉപഹോത വിളിച്ച് വരുത്തപ്പെട്ടിരിക്കുന്നു. അന്തക മൃത്യുദേവൻ ഇവിടെ യാവത് ആസ്തേ താവത് ഉള്ളിടത്തോളം കാലം കശ്യത് യാതൊരാളും നമ്രിയതേ മരിക്കില്ല. ഏതദർത്ഥം ഹി ഭഗവാൻ ആഹൂത പരമഋഷിഭി അഹോദർലോകേ വിയേത ഹരിലീലാമൃതം വച. നിർലോകേ നരലോകത്ത് ഹരിലീലാമൃതം ശ്രീഹരിയുടെ ഭഗവാന്റെ ലീലയാകുന്ന അമൃതരസമുള്ള വച വാക്ക് പിയേത പാനം ചെയ്യാൻ കഴിയണേ. ഏതദർത്ഥം അക്കാര്യത്തിനായിട്ട് പരമഋഷിഭി മാമുനി ശ്രേഷ്ഠന്മാരാൽ ഭഗവാൻ ആഹൂതഹി മൃത്യുഭഗവാൻ ഇവിടേക്ക് ആവാഹിക്കപ്പെട്ടിരിക്കുകയാണല്ലോ. അഹോ അത്ഭുതം തന്നെ. മന്ദസ്യ മന്ദപ്രജ്ഞസ്യ വയോ മന്ദായുഷസ്യ വയേ നിദ്രയാ ഹ്രിയതേ നക്തം ദിവാച വ്യർത്ഥകർമ്മഭി. മന്ദസ്യ മടിയനും മന്ദപ്രജ്ഞസ്യ ബുദ്ധിമന്ദീഭവിച്ചവനുമായ മന്ദായുഷ ആയുസ് കുറഞ്ഞ മനുഷ്യന്റെ വയ ജീവിതകാലം നക്തം രാത്രികാലത്ത് നിദ്രയാച്ച ഉറക്കത്താലും ദിവാ പകൽ സമയത്ത് വ്യർത്ഥ കർമ്മഭീച്ച വൈ ഒരു പ്രയോജനവുമില്ലാത്ത പ്രവൃത്തികളാലും ഹൃയത്തെ അപഹരിക്കപ്പെടുന്നു. രാത്രി ഉറങ്ങിക്കഴിയുന്നു, പകല് അത്യാവശ്യമല്ലാത്ത വ്യർത്ഥമായ കർമ്മങ്ങളിൽ മുഴുകിക്കഴിയുന്നു. അങ്ങനെ കാലം കടന്നു പോകുന്നു, ആയുസ് കുറഞ്ഞു വരുന്നു. ശൗനകൻ ഇങ്ങനെ സംശയങ്ങൾ ഉന്നയിച്ചതിന് മറുപടിയായിട്ട് സൂതൻ ആ സംശയ നിവാരണത്തിനുള്ള കാര്യങ്ങൾ വിസ്തരിക്കുകയായി. യഥാ പരീക്ഷിത് കുരുജാംഗലേ ശൃണോത്കലിം പ്രവിഷ്ടം നിജ ചക്രവർത്തിതേ നിശമ്യ വാർത്താമനതിപ്രിയാം തത ശരാസനം സംയുഗ ശൗണ്ഡിരാദദേ. കുരുജാംഗല ദേശത്ത് വസിക്കുന്ന പരീക്ഷിത് മഹാരാജാവ് നിജ ചക്രവർത്തിതേ സ്വന്തം സേനാവ്യൂഹത്താൽ പരിപാലിതമായ രാജ്യത്ത് പ്രവിഷ്ടം വന്നു കയറിയ കലിയെ കുറിച്ച് യഥാ എപ്പോൾ ശുശ്രാവ കേട്ടുവോ അപ്പോൾ അനതിപ്രിയാം തനിക്ക് അധികം ഇഷ്ടമില്ലാത്ത വാർത്താം ആ വാർത്തയെ നിശമ്യ കേട്ടിട്ട് തഥ അപ്പോൾ തന്നെ സംയുഗ ശൗണ്ഡി യുദ്ധ നിപുണനായ അദ്ദേഹം ശരാസനം പടവില് ആദതേ കയ്യിലെടുത്തു. സ്വലംകൃതം ശ്യാമതുരംഗയോചിതം രഥം മൃഗേന്ദ്രധ്വജമാശ്രിത പുരാത വൃതോ രഥാശ്വദിപപത്തിയുക്തയാ സ്വസേനയാ ദിഗ്വിജയായ നിർഗത. നന്നായി അലങ്കരിക്കപ്പെട്ടതും ശ്യാമതുരംഗയോജിതം ശ്യാമവർണ്ണത്തിലുള്ള തുരങ്കങ്ങളെ കുതിരകളെ പൂട്ടിയതും ആയ മൃഗേന്ദ്രധ്വജം സിംഹം കൊടിയടയാളമുള്ള രഥം ആശ്രിത തേരിൽ കയറി ദിഗ്വിജയായ ദിക്കുകളെ ജയിക്കാനായിട്ട് രഥാശ്വ ദ്വിപ പത്തിയുക്തയ ചതുരംഗ സൈന്യത്തോടുകൂടി ആന
കുതിര, തേര്, കാലാൾ ഇവയോടുകൂടി സ്വസേനയാ സ്വന്തം സേനയാൽ വൃത പരിവൃതനായിട്ട് പുരാത നഗരത്തിൽ നിന്ന് നിർഗത പുറപ്പെട്ടു. ഭദ്രാശ്വം കേതുമാലം ച ഭാരതം ചോത്തരാൻ കുരുൻ കിം പുരുഷാദീനി വർഷാണി വിജിത്യ ജഗൃഹേ ബലിം. ദിഗ്വിജയം ചെയ്യാനായിട്ട്, ദിക്കുകളെ ജയിക്കാനായിട്ട് ഏതൊക്കെ പ്രദേശങ്ങളിലൂടെ കടന്നുപോയി എന്ന് വിവരിക്കുന്നതാണ് അടുത്ത ശ്ലോകം. ഭദ്രാശ്വം, കേതുമാലം, ഭാരതം, ഉത്തരാൻ കുരുഞ്ച വടക്കു ദിക്കിലുള്ള കുരുദേശം, കിംപുരുഷാദീനി വർഷാണിച്ച കിംപുരുഷം തുടങ്ങിയ മറ്റ് ഭൂവിഭാഗങ്ങള് ഇവയൊക്കെ വിജയിച്ച് ബലിം ജഗൃഹേ കപ്പം വാങ്ങിക്കൊണ്ട് അങ്ങനെ സഞ്ചരിച്ചു. ആ യാത്രക്കിടയിൽ പരീക്ഷിത് മഹാരാജാവ് തന്നെക്കുറിച്ചും തന്റെ പൂർവികന്മാരെക്കുറിച്ചും പ്രത്യേകിച്ച് തങ്ങളുടെ ബന്ധുവായ ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ചും ജനങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ടാണ് യാത്ര തുടർന്നത്. 14 മുതൽ 18 വരെയുള്ള ശ്ലോകങ്ങളില് ഈ കാര്യങ്ങളാണ് വർണ്ണിക്കുന്നത്. തത്രോപശൃണ്വാന സ്വപൂർവേഷാം മഹാത്മനാം മൃഗീയമാണം ചേശ കൃഷ്ണമാഹാത്മ്യസൂചകം ആത്മാനം ച പരിത്രാതമശ്വത്ഥാം നോസ്ത്രതേജസ സ്നേഹം ച വൃഷ്ണിപാർത്ഥാനം തേഷാം ഭക്തിം ച കേശവേ തേഭ്യ പരമസന്തുഷ്ട പ്രീത്യുജൃംഭിതലോചന മഹാധനാനി വാസാംസി ദദൗ ഹാരാൻ മഹാമന. സാരഥ്യപാർഷദ സേവന സഖ്യദൗത്യവീരാസനാനുഗമനസ്തവന പ്രണാമൻ സ്നിഗ്ധേഷു പാണ്ഡുഷു ജഗത്പ്രണതിം ച വിഷ്ണോർ ഭക്തിം കരോതി ധ്രുവതിശ്ചരണാരവിന്ദേ തസ്യൈവം വർത്തമാനസ്യ പൂർവേഷാം വൃത്തിമന്വഹം നാദിദൂരേ കിലാശ്ചര്യം യദാസീത് തന്നിബോധമേ. ശ്രീകൃഷ്ണന്റെയും തന്റെ പൂർവികന്മാരുടെയും മഹിമകൾ, അശ്വത്ഥാമാവിന്റെ അസ്ത്രത്തിൽ നിന്ന് തന്നെ രക്ഷിച്ച കഥ, യാദവ പാണ്ഡവ ബന്ധം, ഏവരുടെയും കൃഷ്ണഭക്തി തുടങ്ങിയ കാര്യങ്ങൾ കീർത്തിക്കപ്പെടുന്നത് കേട്ട് സന്തുഷ്ടി കൈവന്ന മഹാരാജാവ് നല്ലവരായ ജനങ്ങൾക്ക് അനവധി ഉപഹാരങ്ങൾ നൽകി. തേര് തെളിച്ചും സദസ്സിൽ അധ്യക്ഷത വഹിച്ചും സൗഹൃദം പുലർത്തിയും സന്ദേശം വഹിച്ചും കാവൽക്കാരനായും ഒക്കെ പാണ്ഡവരെ സദാ പാലിച്ചു പോന്ന ഭഗവാന് വേണ്ടി ലോകർ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെക്കുറിച്ചും പരീക്ഷിത്തിന് കേൾക്കാൻ സാധിച്ചു. അങ്ങനെയുള്ള രാജാവ് ഭഗവാന്റെ ചരണങ്ങളിൽ ഉള്ള ഭക്തി നിലനിർത്തി. തസ്യൈവം വർത്തമാനസ്യ പൂർവേഷാം വൃത്തിമന്വഹം നാദിദൂരേ കിലാശ്ചര്യം യദാസീത് തന്നിബോധമേ. പൂർവേഷാം പൂർവികന്മാരുടെ വൃത്തിം പ്രവൃത്തിയെ ഏവം ഇപ്രകാരം അന്വഹം ദിനംതോറും തസ്യ അദ്ദേഹം വർത്തമാനസ്യ പിന്തുടരവേ അതിദൂരെ അധികം ദൂരെ അല്ലാത്ത ഒരിടത്ത് ആശ്ചര്യം കില അത്ഭുതം ഉളവാക്കുമാറ് യത് ആസീത് എന്തോന്നാണോ സംഭവിച്ചത് തത് നിബോധ അത് മനസ്സിലാക്കിയാലും. അങ്ങനെ തന്നെക്കുറിച്ചും
തന്റെ പൂർവികന്മാരെ കുറിച്ചും പ്രത്യേകിച്ച് ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ചുമുള്ള നല്ല നല്ല കഥകൾ കേട്ടുകൊണ്ടാണ്, വർത്തമാനങ്ങൾ കേട്ടുകൊണ്ടാണ് ആ ദിഗ്വിജയ യാത്ര തുടർന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് ഒരിടത്ത് ഒരു പ്രത്യേക കാഴ്ച അദ്ദേഹത്തിന്റെ കണ്ണിൽപ്പെട്ടു. ധർമ്മപദേകേന ചരൻ വിച്ഛായാമുപലഭ്യതാം പൃച്ഛതി സ്മാശ്രുവദനാം വിവത്സാം ഇവ മാതരം. അവിടെ രണ്ടുപേർ സംവദിക്കുകയാണ്. ഒന്ന് ധർമ്മദേവനാണ്, മറ്റൊന്ന് ധരാദേവിയും. ഏകേന പദാചരൻ ധർമ്മ. ധർമ്മദേവൻ ഒറ്റ കാലിലാണ്, ഒരു കാലേ ഉള്ളൂ സഞ്ചരിക്കുന്നത്. വിവത്സാം ഇവ മാതരം. ധരിത്രിയാകട്ടെ കുട്ടി നഷ്ടപ്പെട്ടതായ അമ്മയെ എന്ന പോലെ അശ്രുവദനം, കണ്ണീർ വാർക്കുന്ന മുഖത്തോടുകൂടി, വിച്ഛായാം, ശോഭയറ്റവളായി, ഗാം, ഗോരൂപം ധരിച്ചിട്ട്. അങ്ങനെയാണ് പരീക്ഷത്തിന് കാണാൻ കഴിഞ്ഞത്. ഉപലഭ്യ, കണ്ടിട്ട്, പൃച്ഛതി സ്മ, എന്താണത് എന്ന് ആരാഞ്ഞു. ധർമ്മദേവനും ധരിത്രി ദേവിയും തമ്മിലുള്ള സംവാദമാണ് തുടർന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കുക. ധർമ്മ ഉവാച കച്ചിൽ ഭദ്രേ നാമയം ആത്മനസ്തേ വിച്ഛായാസി മ്ലായതേഷന്മുഖേന ആലക്ഷേ ഭവതി മന്ദരാധിം ദൂരേ ബന്ധും ശോചസി കഞ്ചനാംബ. ഭദ്രേ, ഭവതിയുടെ ശരീരത്തിന് ക്ലേശമൊന്നുമില്ലല്ലോ, എന്നിട്ടും വിച്ഛായ അസി, ശോഭയില്ലാത്തവളായിരിക്കുന്നു. ഈഷത് മ്ലായതാമുഖേന, അല്പം വാടിയ മുഖമായിട്ട്, ഭവതിം, ഭവതിയെ, അന്തരാധിം, മനസ്സിൽ ആധി പൂണ്ടവളായിട്ട്, ആലക്ഷയെ, തോന്നുന്നു, അംബ, അമ്മേ, കഞ്ചിത്, ഏതെങ്കിലും, ദൂരേ ബന്ധം, അകലെയുള്ള ബന്ധുവിനെ സംബന്ധിച്ച്, ശോചസി, ദുഃഖിക്കുന്നു. ഭൂമിദേവിക്ക് ദുഃഖത്തിന് ഇടയാക്കാവുന്ന ഓരോ കാര്യങ്ങളെയും കണ്ടെത്തി അവയെക്കുറിച്ചൊക്കെ ആരായുന്നതാണ് 25 വരെയുള്ള പദ്യങ്ങൾ. പാതേർന്യൂനം ശോചസീമൈകവാദമാത്മാനം വാ വൃഷളേർഭോക്ഷ്യമാണം ആഹോസുരാദീൻ ഹൃദയജ്ഞഭാഗാൻ പ്രജാ ഉദസ്വിൻ മഘവത്യവർഷതി. എന്താണ് ദുഃഖകാരണം? കാലില്ലാത്ത എന്നെക്കുറിച്ച് ഓർത്തിട്ടാണോ? ധർമ്മനിഷ്ഠയില്ലാത്ത രാജാക്കന്മാരാൽ അനുഭവിക്കാൻ പോകുന്ന സ്വന്തം സ്ഥിതി ഓർത്തിട്ടാണോ? അപഹരിക്കപ്പെട്ട ഹവിർഭാഗത്തോടുകൂടിയ ദേവാദികളെക്കുറിച്ച് ഓർത്തിട്ടാണോ? ഇന്ദ്രൻ വേണ്ടത്ര മഴ പെയ്യിക്കാത്തതിനാൽ പ്രയാസപ്പെടുന്ന ജനങ്ങളെ ഓർത്തിട്ടാണോ? എന്തുകൊണ്ടാണ് ഭവതി ഇങ്ങനെ മ്ലാനവദനയായിരിക്കുന്നത്? അരക്ഷ്യമാണാസ്ത്രിയ ഉർവിബാലൻ ശോചസ്യഥോ പുരുഷാദേരിവാർത്താൻ വാചം ദേവീം ബ്രഹ്മകുലേ കുകർമ്മണ്യബ്രഹ്മണ്യേ രാജകുലേ കുലാഗ്രൻ. ഉർവി, അല്ലയോ വസുന്ധരേ, ഭർത്താക്കന്മാരാൽ രക്ഷിക്കപ്പെടാത്ത സ്ത്രീകളെ, അല്ലെങ്കിൽ നരഭോജികളോട് കിടപിടിക്കുന്ന മാതാപിതാക്കന്മാരാൽ പ്രയാസം അനുഭവിക്കുന്ന കുട്ടികളെ, അതുമല്ലെങ്കിൽ നീചകർമ്മമനുഷ്ഠിക്കുന്ന ബ്രാഹ്മണകുലത്തെ പ്രാപിക്കേണ്ടി വരുന്ന വേദസ്വരൂപിണിയായ വാണീദേവിയെ, ബ്രാഹ്മണ ഭക്തിയില്ലാത്ത രാജകുടുംബത്തിൽ
സേവകരായി കഴിയേണ്ടി വരുന്ന ബ്രാഹ്മണരെ, ഇവരെയൊക്കെ ഓർത്തുകൊണ്ടാണോ ഭവതി ഇത്രയും ദുഃഖമനുഭവിക്കുന്നത്? കിം ക്ഷത്രബന്ധൂൻ കലിനോപസൃഷ്ടാൻ രാഷ്ട്രാണി വാ തൈരവരോപിതാനി ഇതസ്തോ വാശന പാനവാസ സ്നാനവ്യവായോന്മുഖ ജീവലോകം. കലിയാൽ ഉപസൃഷ്ടാൻ ബാധിതരായ ക്ഷത്രബന്ധൂൻ ക്ഷത്രിയാധമന്മാരെ കുറിച്ച് കിം ദുഃഖിക്കുകയാണോ? തൈഹി അവരാൽ അവരോപിതാനി അധപ്പതിപ്പിക്കപ്പെട്ട രാഷ്ട്രാണിവ രാജ്യങ്ങളെക്കുറിച്ചോ ഇതാ തഥ അങ്ങുമിങ്ങും അശന പാന വാസ സ്നാന വ്യവായോന്മുഖ ജീവലോകം വാ ഊണ് കുടി തുടങ്ങിയ വിഷയങ്ങളിൽ മാത്രം ആസക്തരായ മനുഷ്യരാശിയെക്കുറിച്ച് ഓർത്തിട്ടാണോ ഭവതി ഇങ്ങനെ ദുഃഖിക്കുന്നത്? യദ്വാംബത്തെ ഭൂരിഭരാവതാരകൃതാവതാരസ്യ ഹരേർധരിത്രേ അന്തർഹിതസ്യ സ്മരതി വിസൃഷ്ട കർമാണി നിർവാണ വിളംബിതാനി. അംബ അമ്മേ, ധരിത്രി ഭൂമിദേവി, യദ്വാ അല്ലെങ്കിൽ തേ ഭവതിയുടെ ഭൂരിഭരാവതാര കൃതാവതാരസ്യ വർദ്ധിച്ച ഭാരത്തെ ഇറക്കി വെക്കാനായി അവതാരം എടുത്തവനും അന്തർഹിതസ്യ അന്തർധാനം ചെയ്തവനുമായ ഹരേ ശ്രീഹരിയുടെ നിർവാണ വിളംബിതാനി മോക്ഷത്തിന് ആശയമായിട്ടുള്ള കർമാണി കർമ്മങ്ങളെ സ്മരിച്ചുകൊണ്ട് വിസൃഷ്ട തൻ തിരുവടിയാൽ പരിത്യക്തിയായി തീർന്നതിൽ ഉള്ള ദുഃഖം കൊണ്ടാണോ? ഇതം മമാചക്ഷ തവാധിമൂലം വസുന്ധരേ യേന വികർഷിതാസി കാലേന വാതേ ബലിനാം ബലീയസ സുരാർച്ചിതം കിം കൃതമംബ സൗഭഗം. അംബ അമ്മേ, വസുന്ധരേ ഭൂമിദേവി, തവ ഇതം ഭവതിയുടെ ആദിമൂലം ദുഃഖനിമിത്തം മമ എനിക്ക് ആചക്ഷ വിവരിച്ചു തന്നാലും ഭവതിയുടെ ദുഃഖ കാരണം എന്തെന്ന് വിസ്തരിച്ചു പറഞ്ഞാലും യേന യാതൊന്നുകൊണ്ട് വികർഷിത അസി ഭവതി വല്ലാതെ കൃഷയായി തീർന്നിരിക്കുന്നു. വാ ഒന്നുകിൽ ബലിനാം ശക്തിശാലികളിൽ ബലീയസ ഏറ്റവും ശക്തിയുള്ള കാലേന കാലത്താൽ തേ ഭവതിയുടെ സുരാർച്ചിതം ദേവന്മാരാൽ അർച്ചിക്കപ്പെട്ട പൂജിതമായ സൗഭാഗ്യം ഹൃതം കിം അപഹരിക്കപ്പെട്ടുവോ? ഇങ്ങനെ പല സംശയങ്ങളും ധർമ്മദേവൻ ചോദിച്ചപ്പോൾ ധരണീദേവി അതിന് മറുപടിയായി പറയുകയാണ്. ധരണ്യുവാച ഭവാൻ ഹി വേദത സർവം ജന്മാം ധർമാനുവൃച്ഛസി ചതുർഭേർവർത്തസേന പദേർലോകസുഖാവഹേ സത്യം ശൗചം ദയാക്ഷാന്തിസ്ത്യാഗ സന്തോഷാർജവം ശമോദമസ്തപസാമ്യം തിദിക്ഷോ പരിധിശ്രുതം ജ്ഞാനം വിരക്തിരൈശ്വര്യം ശൗര്യം തേജോബലം സ്മൃതി സ്വാതന്ത്ര്യം കൗശലം ഗാന്ധിർധൈര്യം മാർദ്ദവമേവ ച പ്രാഗൽഭ്യം പ്രശ്രയശീലം സഹ ഓജോബലം ഭഗ ഗാംഭീര്യം സ്ഥൈര്യമാസ്തിക്യം കീർത്തിർമാനോനഹംകൃതി ഏതേ ജന്യേ ജ ഭഗവൻ നിത്യായത്ര മഹാഗുണ പ്രാർത്ഥ്യ മഹത്വമിച്ഛദ്ഭേർ നവ്യന്തി സ്മ കർഹിചിത് തേനാഹം ഗുണപാത്രേണ ശ്രീനിവാസേന സാമ്പ്രതം ശോചാമിരഹിതം ലോകം പത്മനാകലിനേക്ഷിതം ആത്മാനം ജാനുശോചാമി ഭവന്തം ജാമരോത്തമം ദേവാൻ ഋഷീൻ പിതൃൻ സാധൂൻ സർവാൻ വർണ്ണാംസ്തഥാശ്രമാൻ.
26 മുതൽ 32 വരെയുള്ള ശ്ലോകങ്ങളിൽ വിവരിക്കുന്നതാണ് ധരണിയുടെ ധർമ്മദേവനോടുള്ള മറുപടി. മഹത്വത്തെ ആഗ്രഹിക്കുന്നവരാൽ അഭിലഷിതമായ സർവഗുണങ്ങളും നിത്യമായി നിലകൊള്ളുന്നുവോ അങ്ങനെയുള്ള സകല ഗുണങ്ങൾക്കും ആശ്രയമായിരുന്ന ശ്രീനിവാസനോട് വേർപിരിഞ്ഞ് പാപിയായ കലിയാൽ ദൃഷ്ടി അധപ്പതിപ്പിക്കപ്പെട്ട ലോകത്തെ ഓർത്ത് താൻ അനുതപിക്കുന്നതായി 26 മുതൽ 31 വരെയുള്ള പദ്യങ്ങളിലൂടെ ഭൂമിദേവി വ്യക്തമാക്കി. ധർമ്മദേവൻ അനുക്രമമായി ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ധർമ്മദേവന് നന്നായി അറിയുന്ന കാര്യമായിട്ട് പോലും ധരാദേവി സ്പഷ്ടമായി തന്നെ മറുപടി നൽകി. 32ാമത്തെ ശ്ലോകത്തിൽ ആത്മാനം ചാനുശോചാമി ഭവന്തം ചാമരോത്തമം ദേവാൻ ഋഷീൻ പിതൃൻ സാധൂൻ സർവാൻ വർണ്ണാംസ്തദാശ്രമൻ. ആത്മാനം ച എന്നെയും അമരോത്തമം ദേവോത്തമനായ ഭവന്തം ച അങ്ങയെയും പിതൃൻ പിതൃക്കളെയും ദേവാൻ ദേവന്മാരെയും ഋഷീൻ ഋഷിമാരെയും സാധൂൻ സജ്ജനങ്ങളെയും തഥാ അതേവിധം സർവാൻ എല്ലാ വർണ്ണാൻ ആശ്രമാൻ വർണ്ണങ്ങളെയും ആശ്രമങ്ങളെയും കുറിച്ച് അനുശോചാമി ഞാൻ ദുഃഖിക്കുന്നു. ബ്രഹ്മാദയോ ബഹുതിഥം യദവാംഗമോക്ഷകാമാസ്തവ സമചരൻ ഭഗവത് പ്രപന്ന സാശ്രയേ സ്വവാസമരവിന്ദവനം വിഹായ യത്പാദ സൗഭഗമലം ഭജതേനുരക്ത. ഭവത് പ്രപന്ന ഭഗവാനെ ശരണം പ്രാപിച്ചിരിക്കുന്ന ബ്രഹ്മാദയ ബ്രഹ്മാവ് തുടങ്ങിയവർ യദപാംഗമോക്ഷകാമ യാതൊരുവളുടെ കടാക്ഷ വീക്ഷണത്തെ കാക്ഷിക്കുന്നവരായിട്ട് ബഹുതിഥം അനേക കാലം തപസ്സിനെ സമചരൻ നല്ല നിലയിൽ ആചരിച്ചുവോ സാ ശ്രീ ആ മഹാലക്ഷ്മി സ്വവാസം തന്റെ വാസസ്ഥാനമായ അരവിന്ദവനം താമരപ്പൂവനം വിഹായ കൈവെടിഞ്ഞ് ഉപേക്ഷിച്ച് യത് പാദസൗഭഗം ആരുടെ തൃപ്പാദത്തെ അതിന്റെ സൗന്ദര്യത്തെ അലം ഏറ്റവും അനുരാഗവതിയായിട്ട് ഭജത്തെ ഭജിച്ചുകൊണ്ടിരിക്കുന്നുവോ തസ്യാഹമബ്ജകുലിശാങ്കുശകേതുകേതൈഃ ശ്രീമത്പദേർഭഗവത സമലങ്കൃതാംഗീ ത്രീനത്യരോച ഉപലഭ്യ തതോ വിഭൂതിം ലോകാൻ സമാം വ്യസൃജത് ഉസ്മയതിം തദന്തേ. താമര, വജ്രായുധം, തോട്ടി, കൊടിമരം എന്നിവ അടയാളമുള്ള ആ ഭഗവാന്റെ അതിമനോഹരമായ പാദമുദ്രകളാൽ നന്നായി അലങ്കരിക്കപ്പെട്ട ശരീരത്തോടുകൂടിയ ഞാൻ 3 ലോകത്തെയും അതിശയിച്ചിരുന്നു. യാതൊരുവനിൽ നിന്ന് വിഭൂതിം ഐശ്വര്യത്തെ ഉപലഭ്യ നേടിയിട്ട് ഉസ്മയതിം അഹങ്കരിച്ചിരുന്ന മാം എന്നെ സ അദ്ദേഹം തദന്തേ അതിന്റെ അവസാനമെത്തിയപ്പോഴ് വ്യസൃജത് ഉപേക്ഷിച്ചു കളഞ്ഞു. യോ വൈ മമാതിഭരമാസുരവംശരാജ്ഞാമക്ഷൗഹിണീശതം അപാനുദാത്മതന്ത്ര
ത്വാം ദുസ്തമൂനപദമാത്മനി പൗരുഷേണ സമ്പാദയൻ യദുഷു രമ്യമഭിഭ്രതംഗം. ആത്മതന്ത്രനായ സ്വതന്ത്രനായ ആ ഭഗവാൻ അസുര വംശജരായ രാജാക്കന്മാരുടെ അസംഖ്യം ചതുരംഗപ്പടകളാകുന്ന മമ എൻ്റെ അധിക ഭാരത്തെ അപാനുദത് ഇല്ലാതാക്കി, അകറ്റി. ഊനപദം കാല ഒടിഞ്ഞ് ദുസ്തം കഷ്ടാവസ്ഥയിലായ ത്വാം അങ്ങയെ ആത്മനി തന്നിലെ പൗരുഷേണ പൗരുഷം കൊണ്ട് സമ്പാദയൻ പൂർണ്ണപാദനും സ്വസ്ഥനുമാക്കി തീർക്കുവാനായിട്ട് യദുഷു യാദവകുലത്തിൽ രമ്യം മനോഹരമായ അംഗം ശരീരത്തെ അഭിഭ്രത് ധരിച്ചു. ഭഗവാൻ ശ്രീകൃഷ്ണനായി യദുവംശത്തിൽ അവതരിച്ചു. കാവാസഹേത വിരഹം പുരുഷോത്തമസ്യ പ്രേമാവലോകരുചിരസ്മിതവർഗുജൽപൈഃ സ്ഥൈര്യം സമാനമഹരൻ മധുമാനിനീനം രോമോത്സവോ മമ യദംഘ്രിവിടങ്കിതായ. ആരാണോ സ്നേഹനിർഭരമായ കടാക്ഷത്താലും അഴകാർന്ന പുഞ്ചിരിയാലും ആകർഷകമായ വാക്കുകളാലും സത്യഭാമാദികളായ മാനിനിമാരുടെ മനോധൈര്യത്തെ കവർന്നത്, ആരുടെ പാദധൂളികളാലാണോ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടത്, അലങ്കൃതയാക്കപ്പെട്ടത്, അങ്ങനെയുള്ള പുരുഷശ്രേഷ്ഠന്റെ വേർപാട് എങ്ങനെയാണ് സഹിക്കുക? ആർക്കാണ് സഹിക്കാൻ കഴിയുക? തയോരേവം കഥയതോ പൃഥിവീം ധർമ്മയോസ്തദാ പരീക്ഷിൻ നാമ രാജർഷി പ്രാപ്ത പ്രാചീം സരസ്വതീം. ധരയും ധർമ്മദേവനും ഇപ്രകാരം സംഭാഷണത്തിൽ മുഴുകിയിരിക്കുന്ന സമയത്ത് പരീക്ഷിത് എന്ന് പേരാർന്ന ഋഷിതുല്യനായ രാജാവ് കുരുക്ഷേത്രത്തിൽ പൂർവാഭിമുഖമായി ഒഴുകുന്ന സരസ്വതീ നദിയുടെ തീരത്തേക്ക് വന്നെത്തി. ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരോധാന അനന്തരം കലി ശക്തി പ്രാപിച്ചു. ധർമ്മം അംഗഹീനമായി. ഭൂമിയിൽ സമ്പത്ത് ക്ഷയിച്ചു. സദാചാരങ്ങൾക്ക് ലോപമുണ്ടായി. തിന്മകൾ തിങ്ങി നിറഞ്ഞു. ഈ കലികാലത്തിന്റെ ദുരവസ്ഥയെയാണ് ധർമ്മ സംവാദ രൂപേണ ഇവിടെ ഉപപാദിച്ചത്. ധർമ്മചിന്തകൾ ഉദ്ദീപിപ്പിക്കുന്ന ഭഗവത് ഭക്തിയുടെ മഹിമ വ്യക്തമാക്കുന്ന ഈ കഥാസാരം സജ്ജനപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ശ്രോതാക്കളായ ഏവർക്കും ഭഗവാൻ കൃഷ്ണന്റെ, സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീകൃഷ്ണ ഗുരുവായൂരപ്പ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.